നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം എന്താണെന്ന് അറിയാത്തവർ ആണ് ഏറെയും. വന്ദേ മാതരത്തെ വിമർശിച്ച് പരസ്യമായി അവഹേളിച്ച് പറയുന്നവരാണ് ചിലരൊക്കെ. അവർ രാജ്യസ്നേഹമില്ലാത്തവരാണെന്നേ പറയാൻ പറ്റൂ. വന്ദേ മാതരം RSSകാരൻ്റെ സൃഷ്ടിയാണെന്ന് കരുതുന്ന വിഡ്ഢികളാണ് ചിലരൊക്കെ. RSS ഉണ്ടാകുന്നതിന് ദശകങ്ങൾക്ക് മുമ്പാണ് വന്ദേ മാതരം രചിക്കപ്പെടുന്നത്. വന്ദേ മാതരത്തിൻ്റെ ചരിത്രം ഞാൻ പറയാം. ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ 1876 എഴുതി 1882 പ്രസിദ്ധീകരിച്ച ആനന്ദമഠം എന്ന നോവലിലെ ഒരു ഭാഗമാണ് വന്ദേ മാതരം. 1925 RSS സ്ഥാപിതമാകുന്നത്. അതിന് കൃത്യം 49 വർഷം മുമ്പ് എഴുതിയതാണ് വന്ദേ മാതരം. RSSകാരല്ല വന്ദേ മാതരം എഴുതിയത്. മാതൃഭൂമിയെ, അതായത് ഭാരതത്തെ അമ്മയായി സ്തുതിച്ചുകൊണ്ടുള്ള ഗീതമാണ് വന്ദേ മാതരം. ബംഗാളിയിലും സംസ്കൃതത്തിലും ഇടകലർന്ന ഭാഷയിലാണ് വന്ദേ മാതരം രചിച്ചത്. സ്വാതന്ത്ര്യസമരക്കാലത്ത് ഒട്ടേറെ ആവേശം ഉണ്ടാക്കിയ ഒരു ഗീതമാണ് വന്ദേ മാതരം. വന്ദേ മാതരം 1896 രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായി ആലപിച്ചു. 1950 വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചു, അതായത് നാഷണൽ സോങ്. ജനഗണമന നാഷണൽ ആന്തമാണ്. 1905 ബംഗാൾ വിഭജനത്തിനെതിരായിട്ടുള്ള സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമായും ഗീതമായും വന്ദേ മാതരം ആലപിക്കപ്പെട്ടു. വന്ദേ മാതരത്തിൻ്റെ അർത്ഥം മാതൃഭൂമിയായ ഭാരതമാതാവേ നിന്നെ ഞാൻ വണങ്ങുന്നു എന്നുള്ളതാണ് അർത്ഥം. വന്ദേ മാതരത്തിൽ മതമൗല്യവാദികൾ കണ്ട കുഴപ്പം, കണ്ട ദോഷം, ഭാരതത്തെ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്ന ദേവികളുമായി ഉപമിച്ചു എന്നുള്ളതാണ്. അത് അവരുടെ മതത്തിനെതിരാണെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പവും മതമൗല്യവാദികൾക്ക് ഒട്ടും സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ജന്മഭൂമിയെ മാതാവായി കാണുന്ന സങ്കല്പം തികച്ചും ഭാരതീയമാണ്, തികച്ചും ഹിന്ദുത്വമാണ്. അപ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ അതും അവരുടെ മതത്തിനെതിരാണ്. ലോകത്ത് ഒരൊറ്റ രാജ്യമേ ഉള്ളൂ സ്വന്തം ജന്മഭൂമിയെ മാതാവായി കണക്കാക്കുന്നത്, അത് ഭാരതമാണ്. ഭാരതത്തിൻ്റെ പാരമ്പര്യം, ഭാരതത്തിൻ്റെ ചരിത്രം, ഭാരതത്തിൻ്റെ ഔന്നത്യം ഇതൊന്നും അംഗീകരിക്കാത്തവരാണ് ഇതിനെ എതിർക്കുന്നത്. വളരെ നീചമായ എതിർപ്പാണ് എന്നേ പറയാൻ പറ്റൂ. ഇതിനെ പിന്താങ്ങുന്ന കോൺഗ്രസ്, LDF സംവിധാനങ്ങൾ അവർ ദേശവിരുദ്ധരാണെന്നേ പറയാൻ പറ്റൂ. വന്ദേ മാതരത്തിൻ്റെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുമ്പോൾ ആ ഗീതം അപ്പാടെ ഇല്ലാതാകുകയാണ്. നമ്മുടെ നാഷണൽ സോങ് ആണ്. ആ നാഷണൽ സോങ് പൂർണ്ണമായി ചൊല്ലിയില്ലെങ്കിൽ അതല്ലാതായി മാറും. ഇതിപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. മതമൗല്യവാദം, മതതീവ്രവാദം, ഹിന്ദു വിരുദ്ധത, മുസ്ലിം ടെററിസം, ഇതിൻ്റെയൊക്കെ ദൃഷ്ടാന്തമാണ് ഈ എതിർപ്പ്. ഈ എതിർപ്പ് ഒട്ടും അനുവദിച്ചുകൂടാ. വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കണം. കാരണം അത് നമ്മുടെ പാരമ്പര്യമാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പാടിയ ഗീതമാണിത്, ഗാനമാണിത്. ഈ ഗാനം വികലമാക്കരുത്. വികലമാക്കുന്നത് ദേശീയ വിരുദ്ധമാണ്, അതൊരു ദേശദ്രോഹമാണ്, അത് നമ്മുടെ പാരമ്പര്യത്തെ അംഗീകരിക്കാതിരിക്കലാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കപ്പെടും. ആർക്കൊക്കെ എന്തൊക്കെ എതിർപ്പുണ്ടെങ്കിലും അത് പൂർണ്ണമായി ആലപിക്കപ്പെടുക തന്നെ വേണം. അതൊരിക്കലും ഹിന്ദുത്വ അജണ്ടയല്ല, അത് ദേശീയ അജണ്ടയാണ്, അത് ഭാരത അജണ്ടയാണ്. നമ്മുടെ മാമൂലുകൾ, പാരമ്പര്യം ഇവയൊക്കെ അംഗീകരിക്കാത്തവർ അവർ ഇവിടെ ജീവിക്കാൻ യാതൊരു അർഹതയില്ലാത്തവരാണ്. രാജ്യത്തെ അംഗീകരിക്കണം, രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ അംഗീകരിക്കണം. അത് അംഗീകരിക്കാത്തവർ രാജ്യവിരുദ്ധരാണെന്നേ പറയാൻ പറ്റൂ. അവർ ഒരിക്കലും ദേശീയ ബോധം ഉള്ളവരല്ല. ദേശീയ ബോധം ഇല്ലാത്തവരെ പിന്താങ്ങുന്നവരും ദേശീയ വിരുദ്ധരാണ്. വന്ദേ മാതരം ഏതോ നീചമായ ഗാനമാണെന്നുള്ള തരത്തിലാണ് അതെന്താണെന്നറിയാത്ത കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ പറഞ്ഞു വരുത്തുന്നത്. അതിലെന്താണ് സംഭവിച്ചത്? ഒരു ചെറിയ ഭാഗത്ത് ഭാരതാംബയെ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവികളുമായിട്ട് ഉപമിച്ചു. അത് മാത്രമാണ് ഇതിലുള്ള ദോഷമായി പറയുന്നത്. ഭാരതാംബ ശക്തിശാലിനിയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അത്തരത്തിലൊരു ഉപമ ചെയ്തതാണ് ഏറ്റവും വലിയ മതവിരുദ്ധതയായി, ഹിന്ദുത്വ അജണ്ടയായി ഈ മതമൗലികവാദികളും ഈ മത തീവ്രവാദികളും കാണുന്നത്. ഇത് നിസ്സാര സംഗതിയല്ല. വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കപ്പെടട്ടെ, നമ്മളും ആലപിക്കണം. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്.